മഹാഭാഗ്യമാ ഇങ്ങനൊരു ബന്ധം കിട്ടുന്നത്. എവിടെ വെച്ചാ താലി കെട്ടെന്ന് പറഞ്ഞത്? എഴുത്തുപുര വീട്ടിലെ കല്യാണമൊക്കെ കുടുംബക്ഷേത്രത്തിൽ വെച്ച് നടത്താറുള്ളൂ ഏട്ടാ. ഓ അങ്ങനല്ലേ. എന്തിനാ നീ വരണമെന്ന് പറഞ്ഞ? അനിയൻചേട്ടൻ എന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുപോകും. കാര്യം പറ. എനിക്ക് അമ്മാവനെ കണ്ട അനുഗ്രഹം വാങ്ങിക്കണം. അനിയൻചേട്ടാ പ്ലീസ് ഒന്ന് കൊണ്ടുപോകും. എന്തിനാ സുധു? അമ്മയുടെ സ്വഭാവം നിനക്കറിയാം. അനിയൻചേട്ടാ എന്നെ കൊണ്ടുപോകുമോ ഇല്ലോ എന്ന് പറ. നിനക്ക് നിർബന്ധമാണെങ്കിൽ എനിക്ക് പോണം അനിയൻചേട്ടാ. അമ്മാവനെ കാണണം. അല്ലെങ്കിൽ അതൊരു വലിയ തെറ്റാ. വാ കേറ. എങ്ങട്ടാ സുധു? അമ്മയൊക്കെ അങ്ങോട്ട് പോയിക്കോളൂ, ഞങ്ങൾ അങ്ങ് എത്തിക്കോളാം. ശരിയമ്മായി. മോളെ മുറുക്കി കെട്ടോ. എടോ മോളെയൊക്കെ അവര് മുറുക്കി കെട്ടിക്കോളും. താൻ പോയി ആനയെ മുറുക്കി കെട്ടാൻ നോക്ക്. മിസ്റ്റർ അനന്തരാമൻ, എനിക്ക് റിലേറ്റീവ്സ് എന്ന് പറഞ്ഞാലേ അലർജിയാണ്. പ്രൈവസി നഷ്ടപ്പെടുന്നു. ഇറ്റ്സ് ഓൾ ഇൻ ദ ഗെയിം നെസസറി ഈവിൾ. Cheer up. Come on. Cheers. Yes. വല്ലാതെ വൈകുന്നല്ലോ സുധു. കണ്ടിട്ട് പോവാ അനിയൻചേട്ടാ. വന്നതല്ലേ. ഇപ്പോഴിങ്ങെത്തും. 7 മണിക്ക് മുമ്പ് വരുമെന്ന് പറഞ്ഞിട്ടാ സാറ് പോയത്. ഇവളിതെവിടെ പോയിരിക്കുക? ചോദിക്കുന്നവരടുത്തൊക്കെ ഇപ്പൊ വരുന്ന എത്രന്ന് വെച്ചാ പറയാ. വരുമ്പോ വരട്ടെ. സുധ എവിടെ? അവളിങ്ങ് എത്തിയില്ലേ ഇതുവരെ? നിങ്ങളോടാ ചോദിച്ചത്? Sir, please. Come on. എല്ലാരും ചോദിക്കുക അവളെവിടെന്ന്. കറങ്ങാൻ കണ്ട നേരം. ആട്ടിത്വം കൊടുത്താലും അടുക്കള സംസ്കാരം മാറില്ലെന്ന് വെച്ചാ പിന്നെന്ത് ചെയ്യാനാ? അരുത് മോളെ, അങ്ങനൊന്നും പറയരുത്. നിങ്ങൾ വന്നിട്ട് ഒരുപാട് നേരമായോ? ഒരുപാട് നേരം അയച്ചാ പറയാതെ വന്ന്. അച്ഛൻ പെട്ടെന്ന് ഇവിടെ ഒന്ന് അനുഗ്രഹിച്ചേ. അവളെ ഞാൻ എന്നെ അനുഗ്രഹിച്ചു കഴിഞ്ഞതാ. പിണങ്ങിയിട്ടൊന്നും അല്ല മോളെ ഞാൻ അങ്ങോട്ട് വരാതിരിക്കുന്നത്. വെഡിങ് കാർഡ് കിട്ടി. മിസ്റ്റർ ആൻഡ് മിസ്സിസ് KK മേനോൻ എന്നതിന്റെ മുകളിൽ അച്ചടിച്ചിട്ടുണ്ട്. എന്റെ മൂത്ത മോന്റെ കല്യാണം ഒരു ക്ഷണക്കത്തിലൂടെ അറിയിക്കേണ്ട ചുമതലയെ എന്റെ ഭാര്യയ്ക്കുള്ളൂ എങ്കിൽ മാറി നിൽക്കുന്നതല്ലേ അന്തസ്? നിനക്ക് നല്ലതേ വരൂ. സർ, യു ഷുഡ് കൺട്രോൾ യുവർ സെൽഫ്. കുറച്ച് സമയം മൂളി പോയിരുന്നാലോ? എന്താ അമ്മ ഇത്? എവിടെയായിരുന്നടാ ഇതുവരെ? എന്തിനാ ചോദിക്കണേ? എനിക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായി? തനിക്കൊന്നും മനസ്സിലായില്ല. ഇയാൾക്കിപ്പോ ബോധമില്ല. ബോധമില്ലാത്തത് നിനക്കാ. അമ്മ ഒന്നും ഉണ്ടായിരുന്നേ. നിനക്ക് വേണമെങ്കിൽ നിനക്ക് എടുക്കാനില്ല അവളെ. എന്തിനാ ഈ ഒളിച്ചു കളി? പറയാ, എന്തിനായിരുന്നു ഈ ഒളിച്ചു കളി? മുത്തശ്ശി കേട്ടില്ലേ ഈ പറയുന്നത്? എനിക്ക് ഈ കല്യാണം വേണ്ട മുത്തശ്ശി. എനിക്ക് ഇനി കല്യാണം വേണ്ട മുത്തശ്ശി. എടീ, അമ്മ പാവാണ് അമ്മ. അതുകൊണ്ട് അമ്മയ്ക്ക് ഇതൊക്കെ കേട്ട് നിൽക്കേണ്ടി വന്നത്. ഞാൻ അടുക്കളക്കാരിയല്ല. മുത്തശ്ശിയുടെ വയറ്റിൽ പിറന്ന ഗോദവർമ്മ രാജയുടെ മകളാ ഞാൻ. എന്റെ അഭിമാനത്തെ ചോദ്യം ചെയ്യാൻ ഒരു ആഭാസനെ ഞാൻ സമ്മതിക്കില്ല. അമ്മാവന്റെ അനുഗ്രഹം വാങ്ങിക്കാൻ പോയതാ മുത്തശ്ശി ഞാൻ. അവഗണിച്ച് ഇറക്കി വിട്ടില്ല അപ്പച്ചി. ആ കാലത്തൊട്ട് അനുഗ്രഹം വാങ്ങിക്കാൻ പോയതാ. അല്ലാതെ തന്റെ അനിയനെ കൂടെ കിടക്കാൻ പോയതല്ല. വേണ്ട മുത്തശ്ശി, ഇനി എന്നെ അങ്ങനെ വിളിക്കണ്ട. എന്റെ അച്ഛനല്ലാതെ കുറവ് ആദ്യമായിട്ട് എന്ന് ഞാൻ അറിഞ്ഞു. ഞങ്ങൾക്ക് ആരുമില്ല, ആരുമില്ല. സുദർശനെ, നിന്റെ താലിയാ നീ നിഷേധിക്കുന്നത്. അവമാനിച്ചിട്ട് ഔദാര്യ തലി കാണിച്ചാൽ കഴുത്ത് നീട്ടി തരുന്ന ക്ലാവ് പിടിച്ച് പിച്ചിലെ കോലൊന്നല്ല ഈ സുദർശന. ഈ വീട്ടിലെ രക്തമാണ് ഞാനും. അത് നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? അറിവിന്റെ തിരുമുറ്റത്ത് അറിവുകേടിന്റെ ആൽക്കഹോളിക് പെർഫോമൻസ്.
അസലായപ്പെട്ട നാടക അസലായി. അതിഥികളും അന്തേവാസികളും അമ്മയും മുത്തശ്ശിയും ഒന്നിച്ചിരുന്ന് കണ്ടില്ലേ? അസലായി അസലായി. ഇത്രത്തോളം ഭാവന അങ്ങേക്കുണ്ടെന്ന് ഞാൻ കരുതിയില്ല. നല്ലൊരു പ്രോംപ്റ്ററും. നിനക്ക് നല്ലതേ വരൂന്ന് അച്ഛന്റെ അനുഗ്രഹം വാങ്ങി വന്ന് നമ്മുടെ സുധുവിനെ അമ്മ അപ്പേട്ടനും കൂടെ അപമാനിച്ചിറക്കി വിട്ടത്. അമ്മ തന്നെയാണോ അനിയൻകുട്ട അനിയൻകുട്ട എന്ന് വിളിച്ച് എന്നെ വളർത്തിയത്? എങ്ങനെ നാവടക്കി കേട്ടു നിൽക്കാൻ പറ്റിയ അമ്മേ അപ്പേട്ടൻ എന്നെ കുറിച്ച് പറഞ്ഞതൊക്കെ? എനിക്ക് ആരുമില്ലേ? ഞാനും അനാഥനാണോ? അതെ മുത്തശ്ശി, എന്റെ അച്ഛനെ അപമാനിച്ചിറക്കി വിട്ട, നമ്മുടെ സുധുവിനെ അപമാനിച്ചിറക്കി വിട്ട ഈ അന്യായത്തിന്റെ വീട്ടിൽ ഞാൻ അനാഥൻ തന്നെയാണ്. അപ്പം തമ്പുരാന്റെ ഭരണം നടക്കട്ടെ. ഒരു കരിക്കട്ട പോലെ ഈ വീട്ടിൽ കിടക്കാൻ എന്നെ കൊണ്ടാവില്ല. गुड नाइट को दिखने मस्त मस्त ये गुड नाइट को दिखने मस्त ला 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 ला. അണ്ണാ, ജ്യേഷ്ഠൻ തമ്പുരാന് വേറെ കല്യാണം ഉറപ്പിച്ചു. നമ്മുടെ വാസ്തവൻ ചേട്ടൻ പറഞ്ഞതാ, അപ്പൊ വാസ്തവമായിരിക്കണം. ഇതാ ഇഡ്ഡലിയും കടലയും സമ്മന്തിയും സാമ്പാറും ഉണ്ട്. എവിടുന്ന? ഗജമുഖ വിലാസ ഹോട്ടലിൽ നിന്ന്. അതല്ല, കല്യാണം. ഓ കല്യാണോ? ആ കണ്ണു ഡോക്ടർ, ഡോക്ടർ ജയശ്രീയോ? പേര് ഞാൻ ചോദിച്ചില്ല, പോയി ചോദിച്ചിട്ട് വേണ്ട, വരട്ടെ. പാർവതി തമ്പുരാട്ടി വലിയ വാശിയായിട്ട് എടുത്തിരിക്കുക. അതേ ദിവസം അതേ പന്തലിൽ വെച്ച് അതേ മുഹൂർത്തത്തിൽ തന്നെ കല്യാണം നടത്തുമെന്ന്. നമുക്കെല്ലാം അറിയാവുന്ന കുട്ടിയല്ലേ അമ്മേ? എന്നാ പിന്നെ നേരത്തെ ഇത് തന്നെ ആകാരുന്നില്ലേ മോളെ? വെറുതെ എന്തിനാ നമ്മുടെ സുധുവിനെ ഇതിൽ വലിച്ചിട്ടത്? അവളെ അവൻ കല്യാണം കഴിക്കുന്ന പ്രശ്നമേ ഇല്ല. ഞാൻ പിന്നെ എന്താമ്മേ ചെയ്യേണ്ടത്? തെറ്റിൽ നിന്നും കൂടുതൽ തെറ്റുകളിലേക്ക് നീ എടുത്തു ചാടരുത്. കല്യാണം മാറ്റിവെക്കാൻ പറ്റില്ല. ഇതാവുമ്പോ ആദ്യം അപ്പനും വന്ന ആലോചനയാണ്. കുട്ടിയെ അവനും അറിയാം, ആ വീട്ടുകാർക്കും സമ്മതമാ. എന്റെ സമ്മതം ചോദിക്കണ്ട, നിങ്ങളുടെയൊക്കെ ഇഷ്ടം പോലെ നടക്കട്ടെ. എന്റെ വിഷ്ണുമോഹേ. അവരെ അവമാനിച്ചു വിട്ടെങ്കിലേ നിന്റെ പോക്ക് അടക്കമില്ലായിട്ടാ. പഠിപ്പൊരു വഴിയൊന്നുമല്ലോ നീ ആ വീട്ടിനകത്ത് കയറിയത്. നീ ഒന്നും മിണ്ടാണ്ടിരിക്കേ. പടി അടച്ച് പിണ്ണം വെക്കുന്നതിന് മുമ്പ് നീ പോയി കാല് പിടിച്ച് മാപ്പ് പറ. അവരൊക്കെ വലിയ ആൾക്കാരല്ലേ, നമുക്കല്ലേ ആവശ്യം. നീ ആ കൊച്ചു തമ്പുരാട്ടിയെ ചെന്ന് കണ്ട് കരഞ്ഞു പറഞ്ഞാൽ തീരുന്ന കാര്യമേ ഉള്ളൂ. വേണമെങ്കിൽ ഞാനും കൂടെ വരാം. ചെല്ലു കൊച്ചമണി. പോകുന്നില്ല. അവള് പോവും. അടങ്ങി ഇരുന്നോട് വാർത്തകാനും. ഇപ്പഴേ കണ്ടില്ലല്ലോ ബന്ധുക്കളൊക്കെ. അധികാരം അവൻ എന്റെ വീട്ടിലെടുത്താ മതി. അമ്മ എങ്ങും പോവില്ല. കൊച്ചപ്പണി, അഹങ്കാരികളാണ് നിന്റെ മക്കള്. അവസ്ഥ അറിഞ്ഞ് നീ അവരെ വളർത്തിയില്ല. അതിന്റെ ഫലം നീ അനുഭവിക്കും. കേട്ടില്ലേ? മതിയായില്ലേ? ഇനി എന്തിനാ അവിടെ നിൽക്കണേ? അന്യായമായി പോയി ആ കുട്ടിയോട് ചെയ്തത്. നീ സുധുവിനെ പോയി കണ്ടോ? ഇല്ല. എന്ത്? എങ്ങനെ അച്ഛാ ഞാൻ അവളുടെ മുഖത്ത് നോക്ക? എന്താ ഞാൻ അവളോട് പറയാ? ഞാൻ പോയി കണ്ടിരുന്നു സാർ. കുറെ നേരം അവിടെ നിന്നു, ഒന്നും മിണ്ടിയില്ല. പോട്ടേന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ പറ്റി അന്വേഷിച്ചു. വീട്ടിൽ നിന്നിറങ്ങി വേറെ താമസിക്കാണെന്ന് പറഞ്ഞപ്പോ കരഞ്ഞു. നീ അവിടെ പോയി കാണുമോയെ?
അനിയൻ ചേട്ടന് കാപ്പി എടുക്കട്ടെ? നീ എന്താ പൊട്ടു തൊടാത്ത? മറന്നുപോയി. മറക്കരുത്. എനിക്ക് നിന്നെ എന്നും അങ്ങനെ കാണണം, എന്റെ സുഖമായിട്ട്. അത് പറയാനാ ഞാൻ വന്നത്. എന്തിനാ കരയുന്നത്? നിനക്ക് ഞാനില്ലേ മോളെ? എനിക്ക് നിന്നെ എന്റേതാക്കാൻ താലി കെട്ടി ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ ഞാൻ വിളിച്ചോണ്ട് പോകും, നീ വരുമെങ്കിൽ. അതല്ല, നിനക്ക് അനിയൻ ചേട്ടൻ അങ്ങനെ കാണാൻ കഴിയുന്നില്ലെങ്കിൽ നിനക്ക് ഇഷ്ടപ്പെടുന്ന ആളിനെ കൊണ്ട് നിന്റെ കല്യാണം ഞാൻ നടത്തി തരും. മുത്തശ്ശിയുടെ ആഗ്രഹം എന്റെ ആഗ്രഹത്തെക്കാൾ വലുതാണെന്ന് എനിക്ക് തോന്നി. അതാ ഞാൻ ഒന്നും പറയാതിരുന്നത്. നീ എന്താ ഒന്നും പറയാത്തത്? ഞാൻ കാപ്പി എടുത്തോണ്ട് വരാം. അമ്മേ, ഗോദവർമ്മ തമ്പുരാന്റെ പത്നി ആത്മഹത്യ ചെയ്തു. കഷ്ടമായിപ്പോയി. ഞങ്ങൾക്കിനി ആരുമില്ല അമ്മാവ. ഞങ്ങളൊക്കെ ഇല്ലേ? ഞാനിനി ചേച്ചിയോട് എന്ത് പറയാനേ ചേട്ടാ? ചേച്ചി, ദീപം. നമുക്ക് അങ്ങോട്ടൊന്ന് പോണ്ടേ അപ്പ? അമ്മയ്ക്ക് വേണമെങ്കിൽ പോവാം, ഞാനില്ല. അമ്മായി, ഞാൻ കൂടെ വന്നോട്ടെ? സുദർശനെ ഒന്ന് കാണണം. വേണ്ട. നിനക്കൂടെ വന്നൂടെ അപ്പ? ഐ ആം നോട്ട് കമ്മിങ്. ഷീ ഈസ് നോട്ട് കമ്മിങ് വിത്ത് യു. അമ്മയ്ക്ക് വേണമെങ്കിൽ പോവാന്ന് പറഞ്ഞില്ലേ? എന്തിനാ വന്നത്? എല്ലാരും കൂടെ കൊല്ലില്ല എന്റെ അമ്മയെ. കുഞ്ചു, ഞാൻ എന്റെ അമ്മയെ കത്തിച്ചളഞ്ഞപ്പച്ച് കഴിയട്ടെ പോലെ. എല്ലാം ഭംഗിയായില്ലേ മോളെ? ഇവിടെ എല്ലാം ഭംഗിയായി. എനിക്ക് പിണ്ടം പോലെ ഇരിക്കുന്ന കട്ടില്ല. അപ്പച്ചി അപ്പച്ചി എന്ന് വിളിച്ച് നിന്റെ പിറകെ നടന്നിട്ടുള്ള നമ്മുടെ സുഖമായിരിക്കുന്നത്. അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല.
അവളുടെ അമ്മയും ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തത് മുഴുവൻ എഴുത്തുപുരക്കാരാ. എന്റെ മോൻ ചെയ്ത തെറ്റ് തിരുത്താൻ എനിക്ക് സാധിച്ചു. എന്റെ മോൻ ചെയ്ത തെറ്റ് തിരുത്താൻ എന്നെ കൊണ്ടായില്ലല്ലോ മോളെ. ഒരു വാക്ക് എനിക്ക് അവളോട് പറയാൻ കഴിഞ്ഞില്ല. അറിയാവുന്ന അക്ഷരങ്ങൾ പോലും അറുതി പറഞ്ഞ് മാറി നിൽക്ക. മടിയിലിരുത്തി വളർത്തിയ പേരക്കുട്ടിയോട് എങ്ങനെയാ ഞാൻ പൊറുക്കണേന്ന് പറഞ്ഞു. എല്ലാവരും അകന്നകന്നു പോകുന്നല്ലോ എന്റെ വിഷ്ണുമോയെ. എനിക്കിതൊന്നും ചേരില്ലെന്ന് അന്നേ ഞാൻ പറഞ്ഞതല്ല അപ്പച്ചി. ഞങ്ങൾ പറഞ്ഞ പോവാം. എന്നാ പിന്നെ അനിയൻചേട്ടാ, അനിയൻചേട്ടൻ പോകുന്നില്ലേ? എങ്ങോട്ടാ? അനിയൻചേട്ടന്റെ വീട്ടിലേക്ക്. പോണോ? ഇനി പോണം. ചെയ്യേണ്ടതെല്ലാം അനിയൻചേട്ടൻ ചെയ്തു കഴിഞ്ഞു. ചെയ്യേണ്ടതൊന്നും അനിയൻ ചേട്ടൻ ചെയ്തില്ല മോളെ. താമസിച്ചു പോയി. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. നീ ഒട്ട് പറയുന്നുമില്ല. നീ വരുന്നില്ലേ എന്റെ കൂടെ? ഇല്ല, ഒരിക്കലും ഇല്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു? അന്ന് അനിയൻചേട്ടന്റെ പേര് പറഞ്ഞല്ലേ എല്ലാരുടെ മുമ്പ് വെച്ച് ഞാൻ അവമാനിച്ചത്. അത് അനിയൻചേട്ടന്റെ കൂടെ ഞാൻ ഇറങ്ങി വന്നാൽ ഞാൻ ആരായി അനിയൻചേട്ടൻ? അവരെന്നെ അനിയൻചേട്ടനെ പറ്റി പറഞ്ഞതൊക്കെ ശരിയാണെന്ന് വരില്ലേ? അതൊക്കെ തെറ്റായിരുന്നെന്ന് ഈ ജീവിതം കൊണ്ട് എനിക്ക് തെളിയിക്കണം. അതിന് അനിയൻചേട്ടൻ എന്നെ സഹായിക്കണം. എന്നെ മറക്കണം. കഥ കടച്ചു കിടന്നു. എന്താ മോനെ, കാര്യം പറ. എല്ലാവരും ഒളിച്ചോടുക. എനിക്കും എങ്ങോട്ടെങ്കിലും ഒളിച്ചോടണം തോന്നുന്നച്ചാ. നീ എന്തിനാ ഒളിച്ചോടുന്നത്? വയ്യച്ച, എനിക്കിനി നമ്മുടെ പത്രത്തിൽ ജോലി ചെയ്യാൻ വയ്യ. എഴുത്തുപുരയിലെ കാരണമെന്ന് പോലുമില്ല. ആരും എന്നെ മനസ്സിലാക്കുന്നില്ല. ആർക്കും ആരെയും മനസ്സിലാകുന്ന അവസ്ഥയിലല്ല എഴുത്തുപുര വീടും നമ്മുടെ പത്രവും. മലയാള ശബ്ദം നമ്മുടെ കൈവിട്ടു പോകാൻ സാധ്യതയുണ്ട്. അത്തരത്തിലാണ് അനന്തരാമന്റെ നീക്കങ്ങൾ. അപ്പൻ ഇപ്പോഴും അവന് മനസ്സിലായിട്ടില്ല. മനസ്സിലാക്കി വരുമ്പോഴേക്കും പത്രം അവന്റെ കയ്യിലിരിക്കും. അത് സംഭവിക്കരുത്. ഞാൻ എന്ത് ചെയ്യണോ അച്ഛാ? ഇപ്പോ നീ ഒന്നും ചെയ്യണ്ട. എസ്റ്റാബ്ലിഷ് യുവർസെൽഫ് ആസ് എ സ്ട്രോങ് ഇൻഡിവിജ്വൽ. നിന്നെ പേടിക്കുന്ന രീതിയിൽ നീ വളരണം. അതിന് കൈക്കരുത്തും ആവേശവും മാത്രം പോരാ. പണം, മണി ഈസ് ദി ഫോഴ്സ്. കാലമെന്ന് പേടിക്കുന്നത് പണത്തെയാണ്. നീ പണമുണ്ടാക്കണം. മുത്തശ്ശിയെയും നിന്റെ പാരമ്പര്യത്തെയും കാത്തു സൂക്ഷിക്കാൻ. കാൻ യു മേക്ക് ഇറ്റ്? എന്റെ കയ്യിലാകെ ഉള്ളത് ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ആണ് അച്ഛാ.
വണ്ടി ഓടിക്കാൻ അറിയാം. വഴികൾ കണ്ടുപിടിച്ചാൽ മതി. പണമുണ്ടാക്കണം. വഴികൾ കണ്ടുപിടിച്ചാൽ മതി. അണ്ണാ, ഞാൻ പോയി നോക്കിയിട്ട് വന്നാലോ? അണ്ണനെ കണ്ട ഒരുപക്ഷെ സായിപ്പിന് പഴയ വൈരാഗ്യം ഉണ്ടാവും. അക്ഷരങ്ങളിൽ അല്ലാഹു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. തമ്പ്രാൻകുട്ടി, നമ്മള് കൂലിത്തൽ നിർത്തി നിങ്ങൾ കാരണം. 5 നേരവും നിസ്കരിക്കുന്നുണ്ട് നിങ്ങൾ കാരണം. ഇപ്പൊ വന്നത് എനിക്ക് പരീതിന്റെ സഹായം വേണം. നമ്മള് നിങ്ങളെ സഹായിക്കണോ? എന്തു വേണം പറയും. നിങ്ങളെല്ലാം പോയി. റഫീഖേ, തമ്പ്രാൻകുട്ടി, സുലൈമാനി എടുക്കട്ടെ. എന്താ അത്? കട്ടൻ ചായ. ആ. റഫീഖെ 3 സുലൈമാനി. വരേ. എന്താണ് നമ്മൾ ചെയ്യേണ്ടത് പറയും. എനിക്ക് കുറെ പണം ഉണ്ടാക്കണം. നിങ്ങൾക്ക് എത്ര പണം വേണം? അറിഞ്ഞൂടാ. കുറെ പണം വേണം. എനിക്ക് മാളികയൊന്നും പണിയാനല്ല, നല്ലത് പറയാനും ചെയ്യാനും എഴുതാനും വേണ്ടി. തമ്പ്രാൻകുട്ടി പറയണത് നല്ല കാര്യമാണെന്ന് മനസ്സിലായി. പക്ഷേ കാര്യം എനിക്ക് പിടികിട്ടിയില്ല. പറയാം. പരീതേ, ഞങ്ങളുടെ പത്രം ഞങ്ങളുടേതല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛൻ പത്രം വിട്ടു. ഞാനും പത്രം വിട്ട് പരീതിനെ കാണാൻ വന്നിരിക്കുകയാണ്. നശിച്ചില്ലാതാകുന്നതിന് മുമ്പ് ഞങ്ങളുടെ പത്രം ഞങ്ങളുടേതാക്കി രക്ഷിച്ചെടുക്കണം. അച്ഛന് വാക്കുകൊടുത്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. തമ്പ്രാൻകുട്ടി, പണം നമ്മളുണ്ടാക്കി തന്നാ പോലെ? പോരാ, അത് ഔദാര്യമാവും. നാളെ പരീതിനെ കുറിച്ച് എനിക്ക് എന്തെങ്കിലും എഴുതേണ്ടി വന്നാൽ എന്റെ കൈവറയ്ക്കും. കൈവറയ്ക്കാതെ എഴുതാൻ വേണ്ടിയാണ് ഞാൻ തന്നെ പണം ഉണ്ടാക്കി ഞങ്ങളുടെ പത്രത്തെ രക്ഷിച്ചെടുക്കണമെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞത്. എന്താ പരീത ഒരു വഴി? തമ്പുരാൻകുട്ടിക്ക് ഏത് വഴിയാണ് പറ്റിയത്? ഏത് വഴി എനിക്ക് പറ്റും. ആ സ്പിരിറ്റ് ലോറി എത്തിക്കേണ്ട അടുത്ത് ഞാൻ എത്തിക്കാം. അതിനുള്ള മനക്കരുത്ത് എനിക്കുണ്ട്. ഏർപ്പാടാക്കോ? പരീതിനോടൊപ്പം ഞാനും കൂടാം, വിശ്വാസമുണ്ടെങ്കിൽ. എന്റെ പൊന്നു തമ്പുരാൻകുട്ടി, പരീത് ഈ ലോകത്ത് നിങ്ങളെ അല്ലാതെ മറ്റാരെ വിശ്വസിക്കാനാ? നിങ്ങള് നമ്മളോടൊപ്പമല്ല, നമ്മള് നിങ്ങളോടൊപ്പമാ. കുടിക്കീൻ. അണ്ണാ, ഈ സ്പിരിറ്റ് കൊണ്ടുപോകാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് എല്ലാത്തിനും ഒരു നല്ല സ്പിരിറ്റ് ഉണ്ട് കേട്ടോ. അനപ്പാ, നിന്നെ മാമോദീസ മുഖ്യ സ്പിരിറ്റ് തന്നെ. ഇവന്റെ നോട്ടത്തിൽ തന്നെ സ്പിരിറ്റ് ഉണ്ട് കേട്ടോ. ചുമ്മാ ഏടാ ചേട്ടാ, തമാശയല്ലേ ഇത്? അയ്യോ, പോലീസ്! ചേട്ടാ നിർത്തരുത്, ചവിട്ടി വിട്ടോ. സ്പിരിറ്റ് കള്ളക്കടത്ത്, എഴുത്തുപുരയിലെ അബ്കാരി തമ്പുരാൻ. അകത്താവുമ്പോ അറിയും. പാരമ്പര്യം പ്രസംഗിച്ച് ഇറങ്ങിപ്പോയതല്ലേ? ഈ പഠിക്കാതെ ഞാൻ അവനെ കേട്ടില്ല. വിശ്വലക്ഷ്മി തമ്പുരാട്ടി കേട്ടല്ലോ. ഞാൻ എങ്ങോട്ടുമില്ല, നീ പൊയ്ക്കോ. എനിക്ക് കാവല് കിടന്ന് നിന്റെ ലൈഫ് എന്തിനാ കളയുന്ന? ചേച്ചി ഒറ്റയ്ക്കാവില്ലേ? അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. നിനക്ക് പോണെങ്കിൽ നീ പോണം. നല്ല ജോലിയാ ചേച്ചി. ഷാരട്ടൺ ടവേഴ്സ് ഹൈദരാബാദിലെ ഒരു നല്ല ഹോട്ടലാ. അവിടെ കേറ്ററിംഗിന് ഇങ്ങനെ ഒരു ഓപ്പണിംഗ് കിട്ടുകയെന്ന് വെച്ചാൽ ഇറ്റ്സ് മോർ ദാൻ ലക്ക്. ചേച്ചിയും കൂടെ വരണം. ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞില്ലേ? ഡോണ്ട് ബോദർ അബൌട്ട് മീ. 29, 30 30 lakhs ഉണ്ട് സാർ. കുറച്ച് കയറ്റി വെട്ടും എന്നവര് പറഞ്ഞിട്ടുണ്ട്. ആരെ കയറ്റി വെട്ടുമെന്ന്? അല്ല, പറഞ്ഞതിലും കുറച്ച് കൂടുതൽ കയറ്റി വെട്ടും. മരം. ഓ, മരം കയറ്റി വെട്ടുന്നതൊക്കെ കൊള്ളാം. വെട്ട എന്റെ കസേരയിലാകരുന്ന് മാത്രം. നിങ്ങളുടെ ഷെയർ എടുത്തോ?
അത് സാറിന്റെ കൈകൊണ്ട് തന്നെ എടുത്ത് വർമ്മ സാറിന് കൊടുത്താൽ മതി. മിസ്റ്റർ അനന്തരാമൻ, ഞാൻ പണം കൈകൊണ്ട് തൊടാറേയില്ല. അനന്തരാമന്റെ ബുദ്ധിയിൽ നാഫ്തലിൻ പൗഡർ ഇട്ട് CBI കൊണ്ട് എന്നെ പിടിപ്പിക്കാനോ മറ്റോ ആണെങ്കിൽ അയ്യോ, ഞാൻ വിരല് പതിച്ചാറുണ്ടല്ലോ. അനന്തരാമൻ തന്നെ എടുത്തു കൊടുത്തേക്കേ. സാറിനെ ചീറ്റ് ചെയ്താൽ ഞങ്ങൾക്ക് നഷ്ടമാകുന്നത് ഇതുപോലുള്ള വൻ തുകകളായിരിക്കില്ലേ സാർ? അങ്ങനെ ഞങ്ങൾ ചെയ്യുമോ സാർ? ആ വരട്ടെ മിസ്റ്റർ വർമ്മ, ഇനിയും ഇങ്ങനെ കാണാം. അപ്പൊ ശരി സാർ. എല്ലാവരുടെ കയ്യിലും കള്ളപ്പണമുണ്ട്. മൊബിലൈസ് ചെയ്യണം. ഇരിക്കെ നമ്മുടെ പത്രത്തിന്റെ പേരിൽ കുറച്ച് ഷെയർസ് ഫ്ലോട്ട് ചെയ്തുകൂടെ? ഷെയറോ? എന്തിന്? ഈസി മണിയാ. മറ്റു പല ബിസിനസ്സുകളിലേക്ക് നമുക്ക് ഈ ഫണ്ട് ഡൈവേർട്ട് ചെയ്ത് വിടാം. അതിപ്പോ ഞാൻ മാത്രം? എല്ലാവരോടും ആലോചിച്ച് എല്ലാ കാര്യവും ചെയ്യാൻ പറ്റില്ല. മുത്തശ്ശിയുടെ ഓതറൈസേഷൻ മാത്രം മതി. ഷെയർസ് വിൽക്കുന്ന കാര്യം ഞാൻ ഏറ്റു. എന്താടി? Why are you staring at me, you bloody bitch? പിടിക്കേ. മാറ്. ഇതിലൊന്ന് ഒപ്പിട്ട് തരണം. എന്താ ഇത്? നമ്മുടെ പത്രത്തിന്റെ പേരിൽ ഷെയർസ് ഫ്ലോട്ട് ചെയ്യണം. അതിനുള്ള ഓതറൈസേഷനാ. ഷെയർ പിരിക്കാനോ? എന്തിന്? എനിക്ക് പുഴുങ്ങി തിന്നാൻ. എല്ലാം അറിയാമോ പാർവതി മാനിന്? എന്താ ഇപ്പൊ ഇതിന്റെ ആവശ്യം? ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് വന്നിരിക്കുന്നു. ലേലം വിളിച്ച് കളയണോ നടത്തിക്കൊണ്ട് പോണോ? നടത്തിക്കൊണ്ട് പോണെങ്കിലേ ഒപ്പിട്ട് തരണം. ഒപ്പിട്ട് കൊടുക്കരുതമ്മേ. വെളിവില്ലാതെ ഓരോന്ന് പറയാ. എനിക്ക് മാത്രം വെളിവില്ല. സ്പിരിറ്റ് കള്ളക്കച്ചവടം നടത്തുന്ന അനിയൻകുട്ടിന് വെളിവുണ്ട്. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ KK മേനന് വെളിവുണ്ട്. ഈ വീടിന്റെയും പത്രത്തിന്റെയും ചുമതല ഒറ്റയ്ക്ക് എടുത്ത് നടത്തുന്ന എനിക്ക് മാത്രം വെളിവില്ല. സമ്മതിച്ചു. അമ്മയും മോളും കൂടി നടത്തിയാ മതി പത്രം. ബഹളം വയ്ക്കണ്ടപ്പ. കാലത്തൊപ്പിട്ട് തന്നാ പോരെ. പോയി കിടന്നുറങ്ങ എന്റെ വിഷ്ണുമായേ. സുദർശനെ കല്യാണം കഴിക്കാൻ MD നിർബന്ധിച്ചത് ഞാനാ. നടക്കാതെ പോയത് വലിയ നഷ്ടമായിപ്പോയി. ആ അതൊക്കെ പോട്ടെ. ഇനി എന്താ ഭാവം? വാതിലടയ്ക്കണം. ഓ, ഫീലിംഗ് ഓഫ് ഇൻസെക്യൂരിറ്റി. അതാ ഞാൻ പറയാൻ വന്നത്. എല്ലാവരും ഉണ്ടായിട്ടും ആരുമില്ല സുദർശനിക്ക്. ആ സമയത്ത് വന്നൊരു ആഭാസനായിട്ട് എന്നെ കാണരുത്. എന്ത് സഹായത്തിനും ഞാൻ ഉണ്ടാവും. Get out. I say get out. എന്താ ചേച്ചി? എന്തിനാ അയാൾ വന്നത്? സഹതാപം അറിയിക്കാൻ. കാര്യങ്ങൾ ഈ സ്പീഡിൽ പോകുകയാണെങ്കിൽ നമുക്ക് ഉടനെ ഒരു കാറ് വാങ്ങിക്കാം, ഇല്ലേണ്ടാ? അണ്ണാ, എനിക്കൊരു ആഗ്രഹമുണ്ട്. ഇപ്പോഴൊന്നും വേണ്ട, പിന്നെ മതി. ഞാൻ പറയുന്ന അണ്ണൻ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. അണ്ണ ഒരു കാറ് വാങ്ങിച്ച് പിന്നെ ഒരു കാറ് വാങ്ങിച്ച് ഒരുപാട് കാശുണ്ടാക്കി പത്രമൊക്കെ വാങ്ങിച്ച് കഴിയുമ്പോ എന്തെങ്കിലും മിച്ചം കാണുമല്ലോ, അത് ചില്ലറാക്കി എനിക്ക് തരണം. എന്തിനാ ചില്ലറയായിട്ട്? അത് ഒരു കാര്യമുണ്ട്. പറയാം. ആദ്യം വണ്ടി നിർത്തണം. മൂത്രം ഒഴിക്കാനാ? വണ്ടി നിർത്തണം അണ്ണാ. വണ്ടി നിർത്തിയിട്ട് അത് പറഞ്ഞാലേ ശരിയാവും. അതുകൊണ്ടാ. പ്ലീസ് ഒന്ന് നിർത്തും. മടി നിറയെ ചില്ലറ അണ്ണൻ തരുന്നത്. ആ ചില്ലറയുമായിട്ട് ഞാൻ നാഗർകോവിലിൽ ചെന്നിറങ്ങുന്നു. അവിടെയുള്ള പാവങ്ങൾക്ക് മുഴുവൻ ഞാൻ കൊതുക് തിരി വാങ്ങിച്ചു കൊടുക്കുന്നു. കൊതുകുകളില്ലാത്ത ഒരു നാഗർകോവിൽ. അതാണ് എന്റെ സ്വപ്നം. ചിഞ്ചിലം ആ ചിഞ്ചിലം. നിനക്ക് വീണ്ടും അസുഖം തുടങ്ങിയല്ലേ? ഇല്ലില്ല, എനിക്ക് തോന്നിയല്ല അണ്ണാ. സത്യമായിട്ടും എന്നെ കൊതുക് കടിച്ചതാ.
നമസ്കാരം. ചൈതന്യാശ്രമം. വീട് വിറ്റ് കഴിഞ്ഞ ചേച്ചി പൈസ അയച്ചു തരാം. അത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ഇടണം. പണം സൂക്ഷിച്ച് ചെലവാക്കണം. റെഗുലറായിട്ട് കത്ത് എഴുതണം. ചേച്ചിക്ക് നീ മാത്രമേ ഉള്ളൂ, അറിയാലോ. പൊയ്ക്കോ. വീട് വിൽക്കാനുണ്ടെന്നറിഞ്ഞു. എന്ത് വിലക്കാണെങ്കിൽ കൊടുക്കും. അഡ്വാൻസ് എത്ര വേണം അമ്മയ്ക്ക്? എന്തിനാ സുധു നീ ഗോഷ്ടിയൊക്കെ കാണിക്കുന്നത്? എനിക്കിവിടെ ജോലി കിട്ടി. കുഞ്ചു എവിടെ? അവൻ പോയി. അവനും ജോലി കിട്ടി ഹൈദരാബാദിൽ. അവിടെ ആശ്രമമുണ്ടോ? നീ എന്താ നിന്നെ പറ്റി വിചാരിച്ചിരിക്കുന്നത്? നീ കാണിച്ചൊക്കെ ശരിയാണെന്നാണോ? അല്ല, ശുദ്ധ തെമ്മാടിത്തരാണ്. പിടിച്ച് വലിച്ചിറക്കി കൊണ്ടുപോകാൻ എനിക്കറിയാം. പക്ഷെ നിനക്കിപ്പോ വട്ടാണ്, മുഴുത്ത വട്ട്. എല്ലാവരും തോപ്പിക്കാൻ വേണ്ടി സ്വയം തോറ്റു കൊടുക്കുന്ന വട്ട്. ആവശ്യമില്ലാത്തതൊക്കെ തലയിൽ കയറ്റി വെച്ചിരിക്കല്ലേ. ഇനി എങ്ങനെയൊക്കെയാണാവോ എന്നെ ശിക്ഷിക്കാൻ പോകുന്നത്? പ്രിപ്പയർഡ് ആയിട്ടിരിക്കാമല്ലോ, അതുകൊണ്ട് ചോദിച്ചു പോയതാ. അനിയൻ ചേട്ടൻ പൊയ്ക്കോട്ടെ. അനിയൻ ചേട്ടന്റെ വീട്ടിലേക്ക്. ഒരുപാട് ബന്ധുക്കൾ അവിടെ കാത്തിരിക്കുക വെച്ച് വിളമ്പിത്തരാൻ. നിന്റെ വേഷമുണ്ടല്ലോ എനിക്ക്